ഹലോ എവരിവൺ, എല്ലാവർക്കും AZ Tech അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ നമ്മുടെ CPO അല്ലേ, ഈ തസ്തികയിലേക്ക് നമ്മുടെ SI റാങ്കിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അപ്പം അതിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയമായിരിക്കുകയാണ്. ഒക്ടോബർ മാസം 17-ാം തീയതി വരെയാണ് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം അപ്ലൈ ചെയ്യുന്നവർ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ പറയുന്ന SSC പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിൽ ഡൽഹി പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് മറ്റുമായിട്ടാണ് ചെയ്യുന്നത് ആ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ സബ്മിഷൻ ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ പറയുന്നത് ഈ പറയുന്ന 26/9/2025 മുതൽ 16/10/2025 വരെയാണ് സമയം എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/10/2025 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പറയുന്ന കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന 26/10 വരെ എനിക്കുന്നുണ്ട് ഈ പറയുന്ന കറക്ഷന് വേണ്ടി സമയം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഒക്ടോബർ മാസം പകുതിയോടുകൂടി 16-ാം തീയതിയോടുകൂടി പറയുന്ന ക്ലോസ് ആവും. നമ്മുടെ ഈ പറയുന്ന സൈറ്റ് ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്ന സംവിധാനം ക്ലോസ് ആവും. പിന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും എന്ത് നടക്കാൻ പോവുക, ഈ പറയുന്ന എക്സാമിനേഷൻ നടക്കുക. ഓക്കെ, അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇതിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 18 മുതൽ 25 വയസ്സിനിടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയുന്ന അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം പ്രധാനമായിട്ട് ഈ 18 അല്ല, ഈ പറയുന്ന 20 മുതലാണ്. നമുക്ക് ഈ പറയുന്ന 20 പറയാൻ കാരണം 20 വരെയാണ്. കാരണം ഈ ഡിഗ്രി അല്ലേ, ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കാണ് പ്രധാനമായിട്ട് അയക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്, ഇല്ലെന്നല്ല. ഓക്കെ, അപ്പം ഈ ഡിഗ്രി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി ഉണ്ട്, എനിക്ക് 20-25 വയസ്സിനിടയിൽ പ്രായമുള്ള ജനറൽ കാറ്റഗറി കാര്യമാണ് പറയുന്നത്. ഓക്കെ, UR നമ്മുടെ അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറിക്കകത്ത് 20-25 വയസ്സിനിടയിൽ പ്രായമാണ്, SSC പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അയക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ കോളേജിൽ പഠിച്ച സമയത്ത് നിങ്ങൾ NCC ഉണ്ടെങ്കിൽ, ഇപ്പോൾ നാഷണൽ അക്കാഡമിക് ഓപ്ഷനകത്തൊക്കെ നിങ്ങൾ അംഗങ്ങളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെക്കാതെ പോകരുത്. ഓക്കെ, കുറേ പേര് ചെയ്യുന്ന ഒരു അബദ്ധമാണ് NCCയുടെ പോലത്തെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഉപയോഗിക്കില്ല. ഇതൊക്കെ ഉപയോഗിക്കാൻ എന്താണ് ഇത്തരത്തിലുള്ള സേനകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NCC സർട്ടിഫിക്കറ്റുകൾ ഇത് AO BO CO ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ NCC ഹോൾഡർ ആണോ ഒന്ന്, ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ആണ്, A ആണോ B ആണോ C ആണോ, ഇത് ഏതാണ് നിങ്ങൾക്കുള്ളത്, ഇത് പ്രധാനമായിട്ടും ചോദിക്കും. എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ട് കൊടുക്കണം ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കുറേ കാണാമല്ലോ അല്ലേ. ഈ പറയുന്ന NCC C സർട്ടിഫിക്കറ്റിന് 10 മാർക്കാണ്. അതായത് ഈ പറയുന്ന മാക്സിമം മാർക്കിന് 5% നിങ്ങൾക്ക് എന്ത് ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതുമ്പോൾ പേപ്പർ 1 പേപ്പർ 2 ഇല്ലേ ബോണസ് മാർക്കായിട്ട് കിട്ടും. B സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ 6 മാർക്കാണ് എന്ത് ചെയ്യുന്നത് ഇതിനായിട്ട് ലഭിക്കുന്നത്. 6 മാർക്ക്, അതായത് 3%, ഇപ്പോൾ 3% ഓഫ് ദ മാക്സിമം മാർക്സിന് 3% അടുപ്പിച്ചും അവിടെ കിട്ടും. A സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ പറയുന്നത് 10ാം ക്ലാസ്സിലേക്ക് പഠിച്ച സമയത്ത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ 4 മാർക്ക് അടുപ്പിച്ചെങ്കിൽ അവിടെയും ലഭിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇല്ലെന്ന് പറഞ്ഞ് ഒരിക്കലും എക്സാം എഴുതാൻ പോകരുത്. ഓക്കെ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചിലർ പറയുന്നവരുണ്ട്, ഞാൻ പറയുന്ന ഫിസിക്കൽ എന്തൊക്കെയാണെന്ന് അറിഞ്ഞില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതാതെ എന്നൊക്കെ ചില ഒരുപാട് പേര് പറയാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മെയിൽ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന 100 മീറ്റർ 16 സെക്കൻഡ് ഓടിത്തീരണം, 1.6 കിലോമീറ്റേഴ്സ് 6.5 മിനിറ്റ്സ് കൊണ്ട്, ലോങ് ജമ്പ് 3.65 മീറ്റർ 3 ചാൻസസ് നൽകുന്നുണ്ട്, ഹൈ ജമ്പിന് 1.2 മീറ്റേഴ്സ് 3 ചാൻസ് ലഭിക്കുന്നുണ്ട്, ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത് 4.5 മീറ്റർ 3 ചാൻസസ് 16 LBS ലഭിച്ചാൽ ഈ പറയുന്ന ഭാരമുള്ള ഇന്ത്യക്ക് 3 ചാൻസ് അവിടെയും ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന 100 മീറ്റർ റേസ് ഈ പറയുന്നത് 18 സെക്കൻഡ് കൊണ്ട്, 800 മീറ്റർ റേസ് ഈ പറയുന്ന 4 മിനിറ്റ് കൊണ്ട്, ഹൈ ജമ്പിന് 2.7 മീറ്റർ 3 ചാൻസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഹൈ ജമ്പിന് ഈ പറയുന്ന 9 മീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന 0.9 മീറ്റേഴ്സ് അടുപ്പിച്ചൊരു 1 മീറ്റർ അടുപ്പിച്ചേ വരത്തുള്ളൂ. ഈ പറയുന്ന ഈ പറയുന്ന 9 ചാൻസ് എന്ത് അവിടെയും ലഭിക്കുന്നുണ്ട് അല്ലേ, 3 ചാൻസ് അവിടെയും ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പോസ്റ്റ് പ്രിഫറൻസിനെ കുറിച്ച് അപ്ലൈ ചെയ്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും വിചാരിക്കും ഈ പറഞ്ഞ ഡൽഹി പോലീസ്, നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമായി ഡൽഹി പോലീസ് എന്നേ കേൾക്കാറുള്ളൂ അല്ലേ. ഡൽഹി പോലീസിലേക്ക് മാത്രമല്ല വിളിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഡൽഹി പോലീസിനെ മാത്രമല്ല വിളിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ എങ്ങോട്ടായിരിക്കും, ഇപ്പോൾ CAPF അത് പ്രിഫറൻസ് ആകുന്ന സമയങ്ങളിൽ ഈ പറയുന്ന CAPF പോലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ മാർക്കിന് അർഹനാകാം. അപ്പം നിങ്ങൾ പ്രിഫറൻസ് വെക്കാത്ത പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്രിഫറൻസ് തീർച്ചയായും വെക്കണം.
ഓക്കെ, പ്രിഫറൻസ് തീർച്ചയായിട്ടും നിങ്ങൾ വെക്കണം. കാരണം ഈ പറയുന്ന ഡൽഹി പോലീസ് മാത്രമല്ല, നോക്കുക, പ്രധാനമായിട്ടും നിങ്ങൾ ഈ പറയുന്ന GDക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും നിങ്ങൾ, അല്ലേ? ഈ പറയുന്ന +2 ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് GDക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം BSF, CRPF, CISF, SSB, ITB പോലെ ഈ പറയുന്ന കേന്ദ്ര സേനകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SI, ഇപ്പോൾ 2 സ്റ്റാർ ഓഫീസറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ സാധിക്കും, അല്ലേ? അത്തരത്തിൽ ഈ പറയുന്ന BSFിലേക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് കയറാം. CISFിൽ, ഓക്കെ, CISFിൽ നമ്മളതിൽ ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന ഒരു സേന കൂടിയാണ് CISF, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, അല്ലേ? CISFിലേക്ക് SI ആയിട്ട് കയറാം. അതേപോലെ തന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, CRPF, അല്ലേ? ഒരുപാട് കോമ്പാറ്റ്, അല്ലെ, ഈ പറയുന്ന അഡ്വഞ്ചറൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് CRPFിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ SI ആയിട്ട് കയറാം. അതേപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ITBP, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അരുണാചൽ പ്രദേശ്, സിക്കിം, ലഡാക്ക്, ഉത്തരാഖണ്ഡ് പ്രദേശങ്ങളൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന അവിടേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. SSB, സശസ്ത്ര സീമാ ബല്ല്, അല്ലേ? ഈ പറയുന്ന ഇൻഡോ നേപ്പാൾ, ഇൻഡോ ഭൂട്ടാൻ മേഖലകളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. പോസ്റ്റ് പ്രിഫറൻസ് നോക്കുമ്പോൾ ഈ പറയുന്ന എന്ത് ചെയ്യാം, പോസ്റ്റുകളൊന്നും മറക്കാതെ വെക്കണം. ഡൽഹി പോലീസ് മാത്രമല്ല, ഓക്കെ, ഓരോന്നിൻ്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് പ്രിഫറൻസ് നോക്കുമ്പോൾ ഓരോ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ബാക്കി ഉള്ള സേനകളെ എന്ത് ചെയ്യണം, നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഫസ്റ്റ് എക്സാം ആയിരിക്കും, പിന്നെ ഒരു ഫിസിക്കൽ പറയുന്ന എൻഡ്യൂറൻസ് ടെസ്റ്റ് കാണും, സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ചെസ്റ്റ് വെയിറ്റ് ഒക്കെ അളക്കാൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കാണും, മെഡിക്കൽ എക്സാമിനേഷൻ കാണും, ചിലപ്പോൾ ചില റീമെഡിക്കൽ ആയിരിക്കും ഉണ്ടാവുക, റീമെഡിക്കൽ കാണും, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാണും. ഓക്കെ, ഇതാദ്യം മനസ്സിലാക്കി വെക്കുക. ഇനിയുള്ളത് പറഞ്ഞാൽ ഈ പറയുന്ന പേപ്പർ 1, പേപ്പർ 2 ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ക്വാളിഫിക്കേഷൻ മാർക്സും അതേപോലെ മറ്റ് സംവിധാനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. പറയുന്ന അൺറിസർവ്ഡ് ആണ് 30%, OBC WC 25%, ഓൾ അതർ കാറ്റഗറീസ് 20% നമുക്ക് എന്ത് പറ്റും, കാണാൻ സാധിക്കും, അല്ലേ? മിനിമം ക്വാളിഫൈ മാർക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മുഴുവൻ മാർക്കിൻ്റെ ഏകദേശം 30% അടുപ്പിച്ച് UR ക്വാളിഫൈ ചെയ്യണം. OBC ആണെങ്കിൽ 25, അതർ കാറ്റഗറീസ് ആണെങ്കിൽ 20 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ, ഓക്കെ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. SSC എന്ന് പറയുമ്പോൾ PSC കൂടെ തന്നെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. SC ST കാറ്റഗറി പെടുന്നവരാണെങ്കിൽ 5 വർഷത്തേക്ക് റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറി ആണെങ്കിലും 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മെൻ ആണെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ഈ പറയുന്ന സേനയിൽ നിന്ന് ഒരു ഈ പറയുന്ന മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് നിങ്ങൾ വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഇവിടെ നിങ്ങൾക്ക് എന്ത് പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ അച്ചീവ്മെന്റ് നേരിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കൂടെ തന്നെ വെക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്, സ്പോർട്സിന് മറ്റെന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പ്രധാനമായിട്ടും പറയുന്നുണ്ട്, ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ, ഡൽഹി പോലീസ് നയിക്കുന്നവരാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ മോഡൽ എന്താണ് ഈ പറഞ്ഞ LMV, അതായത് ഈ പറയുന്ന ഒരു ബൈക്കെങ്കിലും ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ, ഒരു മോട്ടോർ സൈക്കിൾ എന്ത് ചെയ്യണം, ഓടിക്കാൻ അറിഞ്ഞിരിക്കും. മോട്ടോർ സൈക്കിളും കാറും എന്ത് ചെയ്യണം, നിങ്ങൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എങ്ങോട്ടേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, ഈ പറയുന്ന CAPFിലേക്കായിരിക്കും കിട്ടുക. അപ്പോൾ ഡൽഹി പോലീസിലേക്കാണ് ജോലി വേണ്ടത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, ഇക്കാലത്ത് ഏറെക്കുറെ എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇല്ലാത്തവർക്കാണ് പറയുന്നത്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് എന്ത് ഈ പറയുന്ന ഡൽഹി പോലീസിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയക്കാൻ സാധിക്കും. അത് അവർ ചോദിക്കുന്നുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് പ്രധാനമായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പറയുന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ 100 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്, ചെറിയ ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, ചില ആളുകൾക്ക് നീതി കൊടുക്കേണ്ടതായിട്ട് വരില്ല. NCC ഉള്ള പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന എക്സ് സർവീസ്മെന്റ് ആളുകളുണ്ട്, അത് ശ്രദ്ധിക്കുക. അച്ഛനും അമ്മയും ആരെങ്കിലും ഡൽഹി പോലീസിലോ മറ്റ് സേവനം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും എന്താണ് ഇത്രയും പോസ്റ്റ് പ്രിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരും കൂടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ചേട്ടനോ ഈ പറയുന്ന അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും ചോദിക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ചോദിക്കുന്നുണ്ട്, ഇതുകൂടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മാർക്ക് എവിടെയെല്ലാം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രിഫറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിലെ പോസ്റ്റ് പ്രിഫറൻസ് നോക്കുമ്പോൾ ഡൽഹി പോലീസ് മാത്രം വെക്കാതെ ഈ പറയുന്ന ബാക്കിയുള്ള CAPF ഈ പറയുന്ന CAPFിലേക്ക് മറ്റെന്താണ് പ്രിഫറൻസ് വെക്കാൻ ശ്രമിക്കുകയാണ്. ചിലപ്പം നിങ്ങൾക്ക് കിട്ടുന്ന എപ്പോഴായിരിക്കും എന്താണ്, ചിലപ്പം ഡൽഹി പോലീസ് അല്ല, അതിന് കുറച്ചിട്ട് ആവട്ടെയാണ് ഈ പറയുന്ന മാർക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, അതിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അത്തരത്തിൽ ഇപ്പോൾ ഒരു കേന്ദ്ര സർവീസിൽ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, ഡൽഹി പോലീസിലായാലും ഇപ്പോൾ SI, CAPF, CISF അല്ലേ, ഇല്ലേ, ഒരു ജോലി ആഗ്രഹിക്കുന്നവർ, ഒരു 2 സ്റ്റാർ ഒക്കെ വെച്ച് നമ്മൾ ഈ പറയുന്ന ഒരു SI അല്ലെ, ഒരു ഓഫീസർ റാങ്കിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ ACL അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു.
പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ടോപ്പിക് വൈസ് ടെസ്റ്റുകളുണ്ട്, ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ട്. അതേപോലെ എന്താണ് ഈ പറയുന്നത് ബേസിക് ട്രെയിനിങ് മുതൽ ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് സെറ്റാക്കി നമ്മൾ എന്ത് കൊണ്ടുവരുത്തുള്ളൂ. ഓക്കെ, അതുപോലെ നമ്മൾ കഴിഞ്ഞ ലെവലിൻ്റെ സിലബസ് മറ്റൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ലെവൽ മുതൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണലൈസ് മെന്റർ സഹായത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഓക്കെ, ബേസിക് ലെവൽ മുതൽ നിങ്ങൾ അഡ്വാൻസ് ലെവൽ നിങ്ങൾ എന്ത് ചെയ്യും ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ പറയട്ടെ, ഈ പറയുന്ന തൊട്ടുമുമ്പ് പറയുന്ന സർട്ടിഫിക്കറ്റുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറയുന്ന രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്തിയാൽ ഇപ്പോൾ NCCയോ ഈ പറയുന്ന അത്തരത്തിൽ ഈ പറയുന്ന സ്പോർട്സിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛനും അമ്മ ആരെങ്കിലും ഈ പറയുന്ന കേന്ദ്ര സർവീസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുക. അല്ലേ, അവർക്ക് എന്താണ് ഈ പറയുന്ന നമുക്കറിയാം കേന്ദ്ര സർവീസിൽ ഒരു പ്രസ്റ്റീജിയസ് ജോബാണെന്ന് എഴുതിയത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ എന്ത് ചെയ്യുക അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ, അവരെന്താണ് തിളങ്ങട്ടെ അല്ലേ, അവരും തിളങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ACD ബാക്ക്ഗ്രൗണ്ട് ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ആപ്പ് ഡൗൺലോഡ് ശേഷം ഈ പറയുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ എഴുതിയ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9995467246 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ പറയുന്ന രീതിയിൽ അവിടെ ചെന്ന ശേഷം എന്ത് ചെയ്യും നമുക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ സജഷൻ അതിലുണ്ടെങ്കിൽ തൊട്ട് ഗൂഗിൾ ഫോമിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം അവിടെ കയറിയ ശേഷം ഇപ്പോൾ ഡൗട്ടും കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഉത്തരം എന്ത് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറക്കരുത്, അയക്കുന്നവരാണെങ്കിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ, അതിൽ പറയും ഏജും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ പറയുന്ന 16-ാം തീയതി വരെയുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നിൽ കാണത്തില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്ത് ആവാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഹൈറ്റും വെയിറ്റും ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, ജിമ്മിലൊക്കെ പോയി സെറ്റാക്കി പോവുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.